ധ്വജാരോഹണ മഹോത്സവത്തിനൊരുങ്ങി അയോധ്യ ക്ഷേത്രനഗരി. നാളെ ശ്രീരാമക്ഷേത്രത്തിന്റെ ധ്വജാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും. 3 ദിവസം പ്രത്യേക പൂജകൾ നടക്കും. ഇന്നലെയായിരുന്നു ഇതിന്റെയൊക്കെ തുടക്കം. വീണ്ടും ഒരു മഹോത്സവത്തിനായി അണിഞ്ഞൊരുങ്ങുകയാണ് സരയൂ നദിക്കരയിലെ ശ്രീരാമ ജന്മഭൂമി. രാമക്ഷേത്രത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതിന്റെ വിളംബരമായി ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിനു മുകളിൽ കാവ്യ നിറത്തിൽ സൂര്യഭഗവാനും ഓമും അടയാളപ്പെടുത്തിയ ധ്വജം ഉയർത്തും. നാളെ 11:58 മുതൽ 1 മണിവരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ധ്വജം ഉയർത്തുന്നത്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 6000-ഓളം അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കും. राम जन्मभूमि मंदिर के शिखर पर ध्वज चढ़ाया जाएगा. राष्ट्रीय स्वयंसेवक संघ के सरसंघचालक मोहन भागवत, देश के प्रधानमंत्री श्री नरेंद्र भाई मोदी, उत्तर प्रदेश की राज्यपाल महोदया और उत्तर प्रदेश के माननीय मुख्यमंत्री इस अवसर पर उपस्थित रहेंगे. ധ്വജാരോഹണത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു. 121 ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. സരയൂ നദിക്കരയിൽ 3 ദിവസം പ്രത്യേക ആരതിയും നടക്കുന്നുണ്ട്. ചടങ്ങുകൾക്കായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാംപഥിൽ പ്രത്യേക റോഡ് ഷോ നടത്തും. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്ന് അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയിരുന്നു. ജനം, ഡൽഹി.